everyone, welcome back to our channel. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കുറേ ആയി താഴത്തെ റൂമിലാണ് കിടക്കൽ. റൂമി മോളെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ മോൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂമി മോളെ വാർഡ്രോബും അവളെ സാധനങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അതിനകത്ത് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, കാരണം ഒരുവിധം സാധനങ്ങളൊക്കെ റൂമി ബേബിക്ക് പാപ്പീസിൻ്റെയാണ്. പിന്നെ റൂമി ബേബിക്കായിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ചാനൽ ഇതിൻ്റെ ഇടയിലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഉപ്പാൻ്റെ അമ്മയും ഉമ്മാൻ്റെ അമ്മയും ഒരു 2 മാസത്തിൻ്റെ ഇടയിൽ രണ്ടാളും മരിച്ചു. അപ്പം ആ ഒരു വിഷമത്തിൽ അങ്ങനെ ദിവസമൊന്നും ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഇതൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുന്നത് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇക്കാരോട് എന്തെന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാണ്ട് കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കട്ടെ പറഞ്ഞാൽ ഒക്കെ ഷോപ്പ് ഇവിടെ ഉണ്ട്, മഞ്ചേരി തന്നെയാണ്. ഹോസ്പിറ്റലും മഞ്ചേരി തന്നെയാണ്. രണ്ടും 1/2 കിലോമീറ്ററും കൂടെ വ്യത്യാസമില്ല. അപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഞാനത് കൊണ്ടുവന്നേരാറ്. അതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ പാപ്പീസിൻ്റെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്ന് അത് കാണിക്കാഞ്ഞത്. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിന്നെയാണ് വീണ്ടും വ്ളോഗൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. എന്നിട്ട് മോൾക്ക് കയറ്റിയപ്പോൾ തന്നെ പാപ്പീസിൻ്റെ അലമാര ഇങ്ങോട്ട് കൊണ്ടുവന്നു. റൂമി മോൾക്ക് കൊണ്ടുവന്നിരുന്നു. അതിലൊരു ബെണ്ടൻ്റെ പിക്ചറാണ്. പിന്നെ അത് പുതിയ അലമാരയും കൂടിയാണല്ലോ. അപ്പം പാപ്പീസിന് അത് വേണം പറഞ്ഞിട്ട് അതെടുത്തു. റൂമി മോള് ചെറുതല്ലേ, അറിയാനൊന്നും ആയിട്ടില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കണെന്നുള്ളത് ആദ്യം കാണാം. ഇത് ഉമ്മയുടെ ഫസ്റ്റ് പിക്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എന്തായാലും ആക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് മിസ്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫോട്ടോ പിന്നെ കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചായിരുന്നു. നമ്മളെ റൂമിയോളെ പേര് ഇഷൽ റൂമി. പിന്നെ അറൈവ്ഡ് 2021 ജനുവരി 10. പിന്നെ അറബ് മാസം ജമാദുൽ അവൽ 26/14/42. പിന്നെ വെയിറ്റ് 2.3 ഇനി കുഞ്ഞു കുട്ടീനി കേട്ടോ. പിന്നെ വൈകിട്ടായിരുന്നു 5:05. പിന്നെ ദീദി ഉണ്ടാക്കിയ ഗിഫ്റ്റാണ്. വിത്ത് ലവ്, ദീദി ഹെസ ഐറൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റൂമി ബേബിൻ്റെ ഫസ്റ്റ് പിക്ചറ്. ഫസ്റ്റ് പിക്ചറല്ല, ആ ഒരു ന്യൂ ബോൺ ആയിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ഫസ്റ്റിൽ കിട്ടുമ്പം അവർ പിന്നെ അപ്പം തന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് അപ്പോൾ ഫോട്ടോ 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എടുത്തതാണ്. ഇത് ഇങ്ങനെ ത്രെഡ് കൊണ്ട് ചെയ്തൊരു സംഭവമാണ്. അവളെ പേര് പക്ഷെ ഇതിൽ ഡേറ്റ് ഇവിടെ 10 ഇവിടെയാണ് കേട്ടോ വരേണ്ടത്. പിന്നെ ഇത് അന്നിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ വാച്ച് കെട്ടിക്കൊടുക്കുമല്ലോ, അത് ആ ഒരു സംഭവം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കളയാൻ തോന്നായിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് ബ്രസ്റ്റ് പമ്പാണ്. അന്ന് റൂമി മോളെ NICUലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ പിന്നെ പാല് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഇതിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് അതിലിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ പൗഡർ ഉണ്ട്. പിന്നെ ഇത് പൗഡർ പഫ്. പിന്നെ ഇതൊരു ക്രീമാണ്. പിന്നെ ഇതാണ് കൂടുതലും തേച്ച് കൊടുക്കാറുള്ളത്. പിന്നെ ഷാമ്പു ആണ്. ഇങ്ങനത്തെ ഒന്ന് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ ഇങ്ങനെ എക്സ്ട്രാ അവിടെ ഇങ്ങനെ വെച്ചതാണ്. അതവിടെ പുറത്താണ് നമ്മൾ കുളിപ്പിക്കണം, അവിടെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ സോപ്പും അവിടെ തന്നെയാണ്. സോപ്പൊന്നും ഇതിൽ വെച്ചിട്ടുള്ളത് കാരണം എപ്പോഴും നമുക്ക് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് വിറ്റാമിൻ D3 ഡ്രോപ്സ് ആണ്. പിന്നെ ഹിമാലയൻ്റെ ഒരു ബേബി ബാത്ത്, പിന്നെ ഒരു ലോഷനും ഉണ്ട് അവിടെ. പിന്നെ ഇത് ഡയപ്പർ റാഷ് ക്രീമാണ്.
പിന്നെ പിന്നെ ഇത് കാർമിസൈഡ് ഡ്രോപ്സ്, എന്തെങ്കിലും വയറുവേദന, പിന്നെ കുട്ടികൾ വെറുതെ ഇങ്ങനെ കരയെ, ഗ്യാസ് ട്രബിള് അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർമിസൈഡ് ഡ്രോപ്പ് കൊടുക്കുക. പിന്നെ കാൽപോള് ഇൻ കേസ് എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അന്ന് വാക്സിൻ വെക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എന്തായാലും മസ്റ്റ് ആയിരിക്കും, നമുക്ക് ആവശ്യം ഉണ്ടാവും. പിന്നെ ഇത് ഓക്സി ഡ്രോപ്സ്, ജലദോഷമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മൂക്കിൽ ഉറ്റിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിനായിട്ടൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് മൂക്കിൽ പാലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ മൂക്ക് ബ്ലോക്ക് ആവുമല്ലോ, അപ്പോൾ ഇത് ഉറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ തുമ്മൽ തന്നെ അതുകൊണ്ട് ശരിയായിക്കോളും. പിന്നെ ഇത് റൂമിക്കുട്ടിൻ്റെ നഖം വെട്ടണ കട്ടറാണ്. പിന്നെ ഇങ്ങോട്ട് റൂമി മോളെ ഷൂകളൊക്കെയാണ്. അപ്പം അന്ന് നമ്മൾ പെരുന്നാൾക്ക് ഇട്ട് കൊടുത്തിരുന്നത് ഈ ഷൂ ആയിരുന്നു കേട്ടോ. അവളെ ഈദ് വ്ളോഗിലൊക്കെ കാണാമല്ലോ. പിന്നെ ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ പിങ്കും ഇതും ബ്ലാക്കും കൂടെ ഞാൻ കിഡൂസിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേത് 3ഉം ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഇത് ഡയപ്പർ മാമിപ്പോക്കാണോ യൂസ് ചെയ്യൽ കൂടുതൽ. പിന്നെന്താ ഇതൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നൊന്നുമല്ലാതെ അങ്ങനെ ഉപയോഗം വന്നിട്ടില്ല. പുറത്തൊക്കെ പോവുകയാണെങ്കിലല്ല നമുക്ക് കൂടുതൽ ഉപയോഗം ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, അത് പാപ്പീസ് ഇത് പൊട്ടിച്ചിട്ടുണ്ട്, അപ്പം ഒന്നേ എടുത്തിട്ടുള്ളേന്. പിന്നെ അതേപോലെ ഇങ്ങനെ ക്യാപ്പും പിന്നെ അതേപോലെ ഷോക്സ് ഗ്ലൗവും ഒക്കെ ഇങ്ങനെ സെറ്റ് ആയി കണ്ട് വരുന്നതാണ്. ഇതും ഇതേപോലെ ഒന്നും കൂടെ അത് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഇതൊന്നും ഇതിന് ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ആ ഒരു 40 days അല്ലേ ഇങ്ങനെ നല്ലോണം പൊതിഞ്ഞ് റാപ്പ് ചെയ്ത് കൊണ്ടു നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ടില്ല, ഇപ്പോൾ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ വിചാരിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇത് എണ്ണയൊക്കെ തേച്ച് കിടക്കണ ഒരു ഷീറ്റാണ്. ഇങ്ങനത്തെ വേറെ ഒന്നും കൂടി ഉണ്ട് പുറത്ത്. അപ്പം അതിലാണ് ഇപ്പോൾ കിടത്തല്. പിന്നെ ഇപ്പോൾ റൂമി മോൾക്ക് 4 മാസമായി. 6 മാസം 5 മാസമൊക്കെ കഴിഞ്ഞാൽ തന്നെ ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങാമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയാണ് കൊണ്ടുവന്ന് വെച്ചാണ്. ഇത് പസിഫയർ പൊട്ടിച്ചത് ഇതാണ്. ഇതെന്താന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെ എപ്പോഴും കൈ ഇങ്ങനെ വായിലിടുമല്ലോ, അപ്പം ഇതിങ്ങനെ അവർക്ക് കടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിനിപ്പം പൊട്ടിക്കാനായി തുടങ്ങി. 4 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ കൊടുക്കുക. അപ്പം ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്രൂട്ട്സ്, ഓറഞ്ച്, മുന്തിരി അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താണ്ട് അപ്പോൾ അവരിങ്ങനെ കടിക്കുമ്പം ഫ്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം ഈ ഹോളിൽ കൂടെ ഇങ്ങനെ പോന്നോളൂ. പിന്നെ പാലൊക്കെ ഒഴിച്ചുകൊണ്ടൊക്കെ അവർക്ക് കൊടുക്കാം. പിന്നെ ഇതിനുള്ള ടൈമൊന്നും ആയിട്ടില്ല, അതൊക്കെ വെറുതെ കൊണ്ടുവന്ന് വെച്ചെന്നുള്ളൂ. കുട്ടികൾക്ക് ഇങ്ങനെ പല്ല് വരേണ്ട ഒരു സമയത്ത് അവൾക്ക് ഇങ്ങനെ ഒരു കിരികിരിപ്പായിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് കടിക്കാൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിൻ്റെ വേറെ മോഡലാണത് രണ്ടും. പിന്നെ ഇതൊക്കെ അവളെ കിരിക്കുകളൊക്കെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ദീദിക്കും വേണം ഇങ്ങനത്തെ ഒന്ന്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമായിക്കാരം. ഇതൊക്കെ എണ്ണ വെച്ച് കിടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തോണ്ടും. അല്ലെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ടോയ്സ് ഇങ്ങനെ അവരിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അവരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഈ ഒരു സെക്ഷനിൽ. പിന്നെ ഇതൊക്കെ പിന്നെ ഡ്രസ്സുകളാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ് അധികം എടുത്ത് കാണിക്കുക. അപ്പം ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഡ്രസ്സുകൾ അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട്, കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പ് ഉള്ളതല്ലേ, അപ്പം അതുകൊണ്ട് നമുക്കത് ആവശ്യം ഉണ്ടാവില്ലല്ലോ വിചാരിച്ചുകൊണ്ട് ചുരുക്കം ചിലർ മാത്രമേ ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. കുട്ടികളെ ഡ്രസ്സ് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിക്കാറില്ലല്ലേ എല്ലാവർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ്. കുട്ടികളത് നല്ല പൊതുവേ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോള് എന്ന ഡ്രസ്സാണ്, ഷീലു എന്ന ഡ്രസ്സാണ് കേട്ടത്. ഇത് കുറച്ചൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ടില്ല ഡ്രസ്സാണ്, നല്ല രസമില്ല. പക്ഷെ ഇതൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാ പോണ്.
സത്യം പറഞ്ഞ റൂമി മോളായിട്ട് അന്ന് നമ്മള് ഊട്ടിയിൽ പോയി, അല്ലാതെ എങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ ഇതൊരു പിങ്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ്. ആരെ തന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ശിവ ചേച്ചി ഇവിടെ എടുത്തിട്ടുള്ള ചേച്ചിയാണ് തോന്നുന്നുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. ഇതിപ്പം പൂത്താത്തൊക്കെ ഇപ്പൊ പെരുന്നാൾക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഒരു കൊണ്ടുവന്നാണ്. ഇതാണ് കേട്ടോ. എനിക്കൊരു പാൻറ് കൂടെ ഉണ്ട്. അന്ന് ഓല് വന്നപ്പം ഇങ്ങനെ ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് നല്ല രസമായിരിക്കുമല്ലോ കുട്ടികൾക്കും. ഹെയർ ബാൻഡ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇത് വേറൊരു കസിന് തന്നാണ്. സീന് വന്ന ഡ്രസ്സാണ്. മൂത്താപ്പാന്റെ മോള് വന്ന ഡ്രസ് സുനു വന്നത്. ഇത് ഇക്കാന്റെ ഫ്രണ്ടും വൈഫും, ഫ്രണ്ടിന്റെ വൈഫേ വന്നിട്ടുള്ളൂ, ഇവിടെ അടുത്തില്ല തന്നെയാണ്. അപ്പോൾ ഓല് കൊണ്ടുവന്നാണ്. ഇതും സീന് കൊണ്ടുവന്ന തന്നെയാണ്. ലാർജാണ്, കുറച്ചും കൂടി ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ടൊക്കെ ഇട്ടുകൊടുക്കാം. ഇത് പിന്നെ എൻ്റെ മൂത്തമ്മാൻ്റെ മോള് കൊണ്ടുവന്നായിരുന്നു. ഒരു ജംപ് സ്യൂട്ട് ടൈപ്പ്, ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതും 6 months ഒക്കെ കഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇത് ഞാൻ എടുത്തത് കേട്ടോ റൂമുകൾക്ക് കിഡോസിന്ന്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് ഡ്രസ്സുകൾ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഞാൻ അങ്ങനെ എടുത്തതായിരുന്നു. പക്ഷെ ഇതൊന്നും ഇട്ട് എങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും കൊറോണ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയില്ലേ. പിന്നെ നമുക്ക് 40 കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ പ്രസവിച്ച അപ്പം തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹിക്കുമല്ലോ. പക്ഷെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളായിരിക്കും. റൂമി മോൾക്കൊക്കെ പറഞ്ഞാൽ റൂമി മോളൊക്കെ കുഞ്ഞതായിരുന്നു. ഭയങ്കര ആഗ്രഹം എങ്ങനെ ഇതൊന്ന് തടിയൊക്കെ വെച്ച് കാണുക അങ്ങനെയൊക്കെ. കാരണം 2,300 വെയിറ്റ്. 7.5 മാസത്തിലാണ് റൂമി മോള് പ്രസവിക്കുന്നത് കേട്ടോ. അപ്പോൾ 7.5 മാസം എന്ന് വെച്ച് നോക്കുമ്പം ആ ഒരു മന്ത് വെച്ച് നോക്കുമ്പം റൂമി മോള് വെയിറ്റ് ഉണ്ട്. പക്ഷെ പ്രസവിച്ച് ഇങ്ങോട്ട് കിട്ടുമ്പം 2.5 കിലോനാണല്ലോ ഒരു ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ടായി കേട്ടോ. എനിക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട്, നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഷുഗർ കുറേയിരിക്കുമല്ലോ. അപ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ തീരെ പാൽ കുടിക്കാതെ ഇങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനെ മഞ്ഞ അധികമായി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ തന്നെ ദിവസം NICUയിൽ ഇട്ടീന്. ജസ്റ്റ് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു സമാധാനത്തിന് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, എന്നാലും മഞ്ഞ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിന്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നല്ലോണം മഞ്ഞ കൂടിയപ്പോൾ പിന്നെയും ലൈറ്റൊക്കെ അടിച്ച് വീണ്ടും ഒരു 2 ദിവസം NICUയിലൊക്കെ കിടന്ന് പിന്നെ ശരിയായിട്ട് പോന്നു. പിന്നെ എനിക്ക് റൂമിമോളെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ആ 2ാമത്തെ പോക്കിൽ എനിക്ക് ഭയങ്കര പനിയായി. പനിയും കഫക്കെട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും റൂമിമോളെ കുളിപ്പിക്കണം എന്നുണ്ടെങ്കിലൊക്കെ 2.5 കിലോ ആവട്ടെ ആയിരുന്നു ഡോക്ടർ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയും ആ 2.5 കിലോ ആക്കാനുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ പാപ്പീസിനൊന്നും അത്ര മൈൻഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടായില്ല അതിന്. പക്ഷെ ലേബർ റൂം എന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചതിന് പാപ്പീസിന് നല്ല ഇഷ്ടാവുന്നില്ലാണ്. ഇഷ്ടമാണ്, എന്നാലും എന്തൊക്കെയൊക്കെയോ ഒരു ഞാൻ ഇറങ്ങിയപ്പോൾ ഓള് വിചാരം എന്തേനോ ആൺകുട്ടി ഇക്കാരോട് എല്ലാവരോടും പറഞ്ഞു നടന്നു ആൺകുട്ടി ഇക്കാരെന്നില്ലത്. അപ്പോൾ പേരൊക്കെ ഇട്ടീന് കേട്ടോ. പാപ്പീസിന്റെ പേര് ഹെസ ആയിരുന്നല്ലേ. അപ്പോൾ ആൺകുട്ടിക്കുള്ള പേര് ഹെസാൻ എന്നൊക്കെ പറഞ്ഞീന്. ഒക്കെ വെച്ചാണ് ഇങ്ങനെ കളിപ്പിക്കേന്. ദീദിന്റെ ഹെസാൻ കുട്ടൻ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ലേബർ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പം മുഖമൊക്കെ ഉണ്ട് ഇത്ര. എന്നോട് ചോദിച്ചത് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കുട്ടീനെ അല്ലല്ലോ പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ ശരിയായി വരാനും പിന്നെ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ. വലിയ കുട്ടികളുണ്ടാവുമ്പോൾ ചെറിയ കുട്ടികൾ നമുക്ക് ഉണ്ടാവുമ്പോൾ അവൾക്കൊരു നമ്മളടുത്ത് പെട്ടെന്നൊരു കുട്ടി ഇങ്ങനെ കിടക്കണമൊക്കെ കാണുമ്പോൾ അവൾക്കൊരു മനസ്സിക്ക് അവൾക്ക് എങ്ങനെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം
ആ ഒരു ഇതാണ്. ഇപ്പൊ പിന്നെ ദീദിന്റെ കുട്ടിയാണ്, ദീദിന്റെ എന്താണ് കുട്ടീനെ ഇപ്പൊ ആരെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ പാപ്പീസിന്റെ അനുവാദം ചോദിക്കണം എന്നാ പറഞ്ഞിരിക്കണത്. ഇവിടെ പൂത്താത്തി കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഓലൊന്നും എടുക്കാനായിരിക്കില്ല. ഓളെ കുട്ടിയാണ്, ഓള് പ്രാർത്ഥിച്ചുണ്ടായ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പറഞ്ഞു വന്നത്. അന്ന് എനിക്ക് ഇങ്ങനെ ഇവള് കുഞ്ഞു കുട്ടിയല്ലേ, അപ്പം എന്ത് ഡ്രസ്സ് ഇട്ടെടുത്താലും ഭയങ്കര ലൂസായിരിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനെ നല്ലൊരു ഡ്രസ്സ് ഇട്ട് കാണ്ട് നല്ലൊരു ഇതിൽ കാണണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇക്കാനോട് പറഞ്ഞു കുട്ടിക്ക് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ഇക്കാനോട്. അപ്പൊ ഇക്ക കൊണ്ടുവന്ന ഡ്രസ്സുകൾ കാണിച്ചത് കേട്ടോ. ഇത് അങ്ങനെ തന്നെ ഞാൻ വെച്ചതാണ്. ഇക്കാനോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ വലുത്. ഇപ്പൊ ആ പസിഫയർ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി പാപ്പീസിനും അങ്ങനെ തന്നെ. സൈക്കിളൊക്കെ ഇപ്പൊ ഇങ്ങനെ ചവിട്ടാനുള്ളൊരു പ്രായമാകുമ്പോഴല്ലേ നമുക്ക് കൊണ്ടുപോയി കൊടുക്കണ്ടേ, അതിന്റെ മുന്നേ അവിടെ കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് ആ ഒരു ആപ്റ്റായിട്ടുള്ള ടൈമിൽ കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് അവിടെ കാണാതെ എടുത്ത് വെച്ചിരിക്കണത്. അപ്പൊ എന്താ പ്രസവിച്ച് ദിവസങ്ങളായിട്ടുള്ള കുട്ടിക്ക് കൊണ്ടുവന്നത് സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാന്. ഞാൻ എംബ്രോയിഡറി വർക്ക് പറഞ്ഞപ്പോ അതേക്കാരൊക്കെ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഈ എംബ്രോയിഡറി വർക്കും നല്ല രസമുണ്ട് കാണാന്. കുഞ്ഞു കുപ്പായം ഇങ്ങനെ ഫുൾ സ്ലീവില് വരുന്നത്. ഇതും ഇങ്ങനെ ഫുൾ സ്ലീവ് വരുന്നത് തന്നെയാണ്. ഇത് ഇട്ടെടുക്കണത് ഇത് പിന്നെ ആ ജബല ടൈപ്പ്, ഇത് പിന്നെ ഉപയോഗിക്കാത്തതാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് അന്ന് എന്താണ് എംബ്രോയിഡറി വർക്കില്ല ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഇക്കാനെ പറഞ്ഞ കാര്യമില്ല. നോർമൽ ഒരു കുട്ടികൾക്ക് ഇത് പ്രശ്നം ഉണ്ടാവില്ല. ഇക്കാരം ഒരു 3-3.5 kg ഒക്കെ ഉള്ള കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇക്കാരം. പക്ഷെ റൂമി മോൾക്ക് ഇട്ടുകൊടുത്തിട്ട് ഭയങ്കര ലൂസ് ആയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ എടുത്തുവെച്ചത്. ഇത് അങ്ങനെ തന്നെ അങ്ങനെ എടുത്തുവെച്ചത്. ഇതൊക്കെ ഇതൊക്കെ പിന്നെ നമ്മള് ഷോപ്പിൽ നിന്ന് എടുത്ത ഡ്രസ്സുകളാണ് ആയിട്ട്. ഇത് വീഡിയോയില് എങ്ങനെ കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ഉള്ളില് ഇങ്ങനെ ഇതൊക്കെ വന്ന് കണ്ട്